എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ. നമ്മളെല്ലാവരും കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ശിവരാത്രിയായി ആഘോഷിക്കണം. ഇപ്പോൾ മഹാശിവരാത്രിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഫെബ്രുവരി 26 ആണ് നമ്മൾ മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. അതിനെപ്പറ്റി ഒരു 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാം ശിവരാത്രിയുടെ മഹാത്മ്യം എന്താണെന്നുള്ളത്. വേറൊന്നുമല്ല, മഹാദേവനെ ഭജിക്കുക. പ്രപഞ്ച ഗുരുനാഥനായ ശ്രീ മഹാദേവന് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ശിവരാത്രി എന്താണ്? കഴിഞ്ഞ കുംഭമേളയുടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചപ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ്. ആ ശാപമോക്ഷം അദ്ദേഹം പറഞ്ഞു, പാലാഴി കടഞ്ഞ് അമൃത് വന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്കതിൻ്റെ പാറൊന്നും പറഞ്ഞു. അങ്ങനെ അവർ അസുരന്മാരെ കൂട്ടുവിളിച്ച് മന്ദരപർവ്വതത്തിനെ കടകോലാക്കി വാസുകിയെ കയറാക്കി പാലാഴി മഥനം നടത്തുമ്പോഴാണ് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കുന്നത്. ആ ഹലാഹലം എന്ന വിഷം സർവനാശകരമാണ്. ഭൂമിയിലെങ്ങാനും വീണാൽ അതുകൊണ്ട് പ്രപഞ്ച ജീവികളെയും രക്ഷിക്കാൻ വേണ്ടി, പ്രപഞ്ചത്തെ രക്ഷിക്കാൻ സാക്ഷാൽ പ്രപഞ്ച ഗുരു മഹാദേവൻ അത് കൈകൾ വാങ്ങി പാനം ചെയ്തു. അത് വിശുദ്ധിയായ ആ വിശുദ്ധി ചക്രത്തിൽ വെച്ച് ആ കർമ്മവിശുദ്ധിയെല്ലാം വരുത്തി. പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷമാണ് നമ്മൾ കടയുമ്പോൾ വന്നത് ഞാനന്ന് പറഞ്ഞിരുന്നു. അതിനെ വിശുദ്ധിയാക്കാൻ ആ വിശുദ്ധി ചക്രത്തിൽ വെച്ച് നീലകണ്ഠനായി. പക്ഷേ എന്നാലും എൻ്റെ ഭർത്താവാണല്ലോ ഈ വിഷം കുടിച്ചത്, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതേപോലെ പാർവതി ദേവിയും മറ്റുള്ള ദേവന്മാരും അതുപോലെ തന്നെ അദ്ദേഹം ആ വിഷം കഴിച്ചപ്പോൾ എന്തെങ്കിലും അപകടം പറ്റാതിരിക്കണേ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇരുന്ന ആ ദിവസമാണ്. നമ്മുടെ ഒരു ദിവസമാണെങ്കിൽ അവരുടെ എത്രയോ സമയങ്ങളാണ്. അത് ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ശിവരാത്രിയിൽ നമ്മൾ സാധാരണ പാമ്പ് കടിച്ചാൽ വിഷം തീണ്ടിയാൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയും അല്ലേ? അപ്പോൾ അതേപോലെ ഭഗവാനെയും ഉറക്കാതിരിക്കാൻ അവർ പൂജകൾ, ജപങ്ങൾ, ധ്യാനം, ഭജന ഇങ്ങനെയൊക്കെയായി ഭഗവാനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്ന് അദ്ദേഹം കാണിച്ച ഈ ഒരു മഹത്കൃത്യം, കാരണം പ്രപഞ്ചത്തിനെ രക്ഷിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത്. ആ പ്രശസ്തി അത് തന്നെ കൂടുതൽ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് എല്ലാം പാടി അദ്ദേഹത്തിൻ്റെ ഉറക്കം വരാതിരിക്കാൻ അദ്ദേഹത്തെ കൂടിയിരുത്ത് ആ ഒരു രാത്രിയാണ് ശിവരാത്രി. നമ്മൾ ശിവൻ്റെ രാത്രിയാണ്, പ്രപഞ്ചനാഥൻ്റെ രാത്രിയാണ്. അപ്പോൾ ഈ ഭഗവാനെ നമ്മൾ ഏതൊക്കെ രൂപത്തിലാണ് ധ്യാനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തെ നമ്മൾ മൃത്യുഞ്ജയ ദേവനായിട്ട് പ്രാർത്ഥിക്കും. നമുക്കറിയാം, മാർക്കണ്ഡേയന് 16 വയസ്സായ സമയത്ത് 16 വയസ്സ് തികഞ്ഞു. യമധർമ്മരാജാവ് വന്നു, ശിവലിംഗം കെട്ടിപ്പിടിച്ചപ്പോൾ അതടക്കം അദ്ദേഹം കയറ് വീശി 3-ാം കണ്ണ് തുറന്ന് ഭഗവാൻ ഭസ്മമാക്കിയതും ഒക്കെ നമുക്കറിയാം. അങ്ങനെ മൃത്യുഞ്ജയ മൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമുക്കറിയുന്നവർക്കും എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നുള്ളതാണ്. ഓം ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമദാത്. ആ മന്ത്രം എപ്പോൾ ജപിച്ചാലും എന്നും ജപിക്കാവുന്ന മന്ത്രം തന്നെയാണ്. അത് മൃത്യുഞ്ജയ മന്ത്രമാണ്. ഭഗവാൻ മൃത്യുഞ്ജയ മൂർത്തിയാണ്. ഒരു ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, കരുണാമൂർത്തിയാണ്. എന്ത് പറഞ്ഞാലും പാദം വീണ് സമസ്താപരാധം ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരുണ്യമൂർത്തിയാണ്, അദ്ദേഹം ക്ഷമിക്കും. പക്ഷെ ക്ഷിപ്രകോപിയാണ്. ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം താണ്ഡവം ആടിക്കഴിഞ്ഞാൽ ആർക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട് ഒരു രൂപം. പക്ഷെ ഭക്തന്മാർ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് എന്തൊക്കെയാണ് നേടിയത്? അർജുനൻ അല്ലേ, നമ്മൾ പാണ്ഡവരിൽ അർജുനൻ എന്താണ് പാശുപതാസ്ത്രം നേടിയത് ഭഗവാന്റെ നിന്നാണ്. രാവണനാണെങ്കിൽ തപസ് ചെയ്തിട്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി ചന്ദ്രഹാസം എന്ന വാള് വാങ്ങിച്ചതും ഭഗവാന്റെ നിന്നാണ്. അങ്ങനെ ഒരുപാട് ഭക്തന്മാർ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ മാറാറുണ്ട്. പിന്നൊന്ന് അഘോരമൂർത്തിയാണ്. അഘോരമൂർത്തി വെച്ചാൽ ഘോരമല്ല,
അഘോരമാണ്. നമ്മൾ തന്നെ അഘോരമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെല്ലാം. അദ്ദേഹത്തിൻ്റെ നിന്ന് എന്ത് വരവും നേടാൻ പറ്റുന്ന ഒരു സാധ്യമായ ഒരു അവസ്ഥയാണ്. ഓം സ്ഫുര ഓം ഹ്രീം സ്ഫുര 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 ധീര, അങ്ങനൊരു മന്ത്രമുണ്ട്. ഓം സ്ഫുര 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 ഘോര ഘോര തൻരൂപ ജട ജട പ്രജട പ്രജ കഹ കഹ മമ ബന്ധ ബന്ധ ഖാതേ ഖാതേ ഉംഫട്ട് സ്വാഹ. അങ്ങനെ വന്ന് ഒരു അഘോര മന്ത്രം. അത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ജപിക്കാം. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അഘോര മൂർത്തിയുടെ മന്ത്രം നമ്മൾ പൂർണ്ണമായി നമ്മൾ ഇങ്ങനെയാണ് ഭജിക്കുന്നത് ഭഗവാനെ. ഏത് മന്ത്രവും ആർക്കും ജപിക്കാം. നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധിയാണ് അതിന് വേണ്ടത്. എൻ്റെ ഭഗവാനെ നീയേ ഉള്ളൂ സർവ്വവും, ഞാൻ നിനക്ക് സർവ്വവും സമർപ്പിക്കുന്നു, ഞാൻ അറിയുന്ന പോലെ ഞാൻ ചൊല്ലുന്നു എന്ന് ചൊല്ലി പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. ഇതിനകത്തുണ്ട് ആ പാട്ടിൽ പറയുന്നത്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു എന്ന് പറയുന്നു. എന്താണ് ഈ 6 പടി എന്ന് പറയുന്നത്? നമ്മുടെ ഷഡാധാര ചക്രങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോരോ സാധനകൾ കൂടി ഈ പറയുന്ന ഷഡാധാര ചക്രങ്ങൾ, മൂലാധാനം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ സഹസ്രാരത്തിൽ സാക്ഷാൽ പ്രപഞ്ചനാഥൻ, ഗുരുനാഥൻ തന്നെയാണ് ഇരിക്കുന്നത്. അത് രണ്ടുപേരും പ്രപഞ്ച മാതാപിതാക്കളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത്. സ്ത്രീക്ക് തുല്യ പദവി കൊടുത്ത് തന്നെ ഭഗവാൻ ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെങ്ങനെ ധാർമ്മികമായി നിൽക്കുന്ന സ്ത്രീ പുരുഷ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളിത് തന്നെയാണ് പാലിക്കേണ്ടതെന്ന് പറയുകയാണ്. നിങ്ങളെക്കാൾ താഴെയോ മുകളിലോ അല്ല, സ്ത്രീയും തുല്യമാണ് പുരുഷന്മാർക്ക്. അവരുടെ കഴിവുകൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ളൊരു മെസ്സേജും കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. കാരണം അദ്ദേഹം ദക്ഷിണാമൂർത്തിയായി ശിഷ്യന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോഴും മടിയിലും ദേവി ഇരുത്തിക്കൊണ്ടാണ്, മടിയിൽ ശ്രീപാർവതി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്. അത്രയ്ക്ക് ദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഭാഗം തന്നെയാണ്. അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് അതാണ്. നല്ല പകുതി എന്ന് പറയും. സാധാരണ ഹസ്ബൻഡും വൈഫൊക്കെ ബെറ്റർ ഹാഫ് എന്നല്ലേ പറയുന്നത്. നല്ല പകുതി, ആ നല്ല പകുതിയുടെ അർത്ഥം തന്നെയാണ് ഭഗവാൻ കാണിച്ചു തരികയാണ്. അർദ്ധനാരീശ്വരനായിരിക്കുമ്പോൾ ബെറ്റർ ഹാഫാണ് രണ്ടുപേരും. നിങ്ങൾ രണ്ടും യോജിച്ചു വരുമ്പോൾ, സംയോഗമുണ്ടാകുമ്പോഴാണ് ഒരു കുടുംബം നന്നാവുന്നത് എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശിവരാത്രിയിൽ വ്രതം എടുക്കുന്നത് എങ്ങനെയാണ്? പല രീതിയിലുള്ള വ്രതമുണ്ട്. അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ചേ ഉള്ളൂ. ഞാൻ മുമ്പും പറഞ്ഞു, പട്ടിണി കിടന്ന് വ്രതം എടുക്കണം എന്ന് ഒരു ഭഗവാനും പറഞ്ഞിട്ടില്ല. നമ്മൾക്കാവുന്നത് പോലെ എടുക്കാം. ഏകാദശിക്ക് എടുക്കുന്ന പോലെ ധാന്യങ്ങളൊക്കെ ഉപേക്ഷിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു നേരം ഊണ് കഴിച്ചെടുക്കാം, അല്ലെങ്കിൽ പാലും പഴവും മാത്രമായിട്ട് എടുക്കാം. അതൊക്കെ അവരവരുടെ ആരോഗ്യ അവസ്ഥയിൽ. ഭഗവാനെ വിളിക്കാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടുത്തരുത് ആരും വ്രതം എടുത്തു എന്ന് പറഞ്ഞ്. കാരണം ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കലികാലത്തിൽ. നാമസ്മരണ തന്നെയാണ് ആവശ്യം. ജപം 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 ഏത് സമയവും നമശിവായ നമശിവായ നമശിവ പറയാം, ഓം നമശിവായ പറയാം, ഓം നമശിവായ, അല്ലെങ്കിൽ ഓം ഹ്രീം നമശിവായ, ദേവിയും കൂടെ കൂട്ടി പറയാം. ഓം ഹ്രീം നമശിവായ, ഓം നമോ നമശിവായ. അങ്ങനെ അമ്മയപ്പാന്ന് വിളിക്കുന്ന ഭഗവാനെ അല്ലേ, ഭഗവാൻ രണ്ടുപേരും കൂടെ കൂട്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കിതെല്ലാം ഭഗവാനെ വിളിക്കാം. വ്രതം എടുക്കാനായാലും പണ്ട് എൻ്റെ കൊച്ചിലെയൊക്കെ ശിവരാത്രി ആഘോഷം ഉറക്കമൊഴിഞ്ഞു എന്ന് വെച്ചാൽ ഉറക്കമൊഴിഞ്ഞു. എങ്ങനെയാണ്? അത് തിയേറ്ററിലൊക്കെ ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, തേർഡ് ഷോ, ഫോർത്ത് ഷോ കാണും, 4 ഷോയും കാണും. ഫുള്ള് സിനിമയായിരിക്കും. അപ്പോൾ എന്തും ഇവരൊക്കെ പോയി സിനിമ കാണാനാണ് ആൾക്കാർ ഒഴുകുകയാണ് അങ്ങോട്ട്. എന്ത് ഫലമാണ് അതിനെക്കൊണ്ട്? നല്ല സിനിമ കാണും. ഉറക്കമൊഴിഞ്ഞു വെച്ചാൽ ഉറക്കമൊഴിഞ്ഞു. പക്ഷേ അതല്ല ആവശ്യം. നമ്മൾ ഭക്തിപൂർവ്വം ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്. പല ക്ഷേത്രങ്ങളിലും വന്ന് കലാപരിപാടികളൊക്കെ വെക്കുന്നത് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി. ഇപ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. കലാപരിപാടികളൊന്നും വരുന്നില്ല. യാമപൂജയാണ് ഏറ്റവും മുഖ്യമായിട്ട് പല ശിവക്ഷേത്രത്തിലും ഞാനിപ്പോൾ കാണുന്നത്. കലാപരിപാടികളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് വേണ്ടത് എന്താണ്? ആ ശിവരാത്രി നാളിൽ യാമപൂജ നടക്കുമ്പോൾ നമ്മൾ മഹാദേവനെ പ്രാർത്ഥിക്കുക, ഭഗവാനോടൊരു സാമീപ്യം, ഭഗവാന് വേണ്ടി ഭഗവാന്റെ സമീപം ഇരുന്നുകൊണ്ട് നമ്മളും ഭഗവാനായി മാറുക. അതാണ് നമുക്കാവശ്യം. ആ സാരൂപ്യം, സാമീപ്യം, സായുജ്യം, അതുവഴിയാണ് ഒരു മോക്ഷം കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ശിവപൂജ എടുക്കുക. അത് നമുക്കൊരു ശിവം എന്ന് പറയുന്നതിന് ആ വള്ളി അങ്ങ് മാറ്റിയാൽ എന്തായി? ഒരു ശവമായി. മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? എല്ലാം ശവം എന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും ഒരു ബോധവും ഇല്ല. ഒരു എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണമെന്നൊരു ബോധമില്ലാത്ത അവസ്ഥ. അത് മാറി ശിവഭക്തിയിലൂടെ, ശിവപൂജയിലൂടെ, ഈ ശിവരാത്രിയിലൂടെ നമുക്ക് ശിവം ആയി മാറാൻ, മംഗളമായി മാറാൻ, ശിവരൂപമായി മാറാൻ ഉള്ള ഒരു സാഹചര്യമാണ് ഈ ശിവരാത്രി നമുക്ക് ഒരുക്കി തരുന്നത്.
അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. ആ ശിവ നാമജപം വേറെ ഒന്നും ജപിക്കാൻ പറ്റുന്നില്ലേ? ശിവസഹസ്രനാമമുണ്ട്, ശിവ അഷ്ടോത്തരമുണ്ട്, ശിവ പഞ്ചാക്ഷരി സ്തോത്രമുണ്ട്. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമഃശിവായ പറയാമല്ലോ, അല്ലെങ്കിൽ ഓം നമഃശിവായ പറയാമല്ലോ. ഇതെങ്കിലും പറഞ്ഞോളൂ. സ്ഥിരമായി നാമം ജപിച്ചാൽ മതി. അന്നത്തെ സാധാരണ ജപിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഫലമാണ് ശിവരാത്രിക്ക് ശിവനാമം ജപിക്കുന്നതിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ശിവവ്രതം ഇങ്ങനെ എടുക്കുക. പിന്നെ ഉറക്കം ഒഴിയുക എന്ന് പറയും. പണ്ട് ഉറക്കം ഒഴിയുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ഉള്ളിലെ ഉറക്കം, നമ്മൾ ഉറക്കം നടിക്കുകയാണ് പലപ്പോഴും, അല്ലേ? ആ ഉള്ളിലെ ഉറക്കം, നമ്മുടെ ഈ ആത്മസത്തയെ, നമ്മുടെ ഈ തിരിച്ചറിവ്, ആത്മബോധത്തെ നമ്മൾ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ് അകത്ത്. ആ ഉറക്കത്തെ എടുത്ത് കളയുക, അതാണ് ഉറക്കത്തെ ഒഴിക്കുക എന്ന് അന്ന് പറയാൻ കാര്യം. ആ ഉറക്കത്തെ ഒഴിക്കുന്നതിന് പകരം എല്ലാവരും ഇപ്പോൾ എന്താ, ഞാൻ സിനിമ കണ്ടു, മറ്റേത് കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഓരോ പ്രോഗ്രാം കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങാതിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് അതല്ല അതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഉള്ളിലുള്ള ഉറക്കത്തെ നമ്മൾ മാറ്റുക, നമ്മൾ ആത്മബോധത്തിലേക്ക് ഉണരുക. അതാണ് അന്ന് അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ ശിവാലയ ഓട്ടം ഉണ്ട്, അല്ലേ? ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് 12 ശിവക്ഷേത്രത്തിൽ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ നടക്കുന്നൊരു കാര്യമാണ്. തിരുമല, തിക്കുറിശി, അങ്ങനെ പല സ്ഥലത്തും വന്ന കാരണം തിരുനട്ടാലം വരെ ഒരു 12 ക്ഷേത്രങ്ങളിൽ ഉണ്ട്. അതിനൊരു ഐതിഹ്യമുണ്ട്. ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചിട്ടാണ് ആൾക്കാർ ഓടുന്നത്. ഒരു വെശരിയൊക്കെ വീശിയാണ് ഓടുന്നത്. ഒരു വെള്ളമുണ്ടൊക്കെ ഉടുത്ത് ഒരു ചുമന്ന കച്ചയൊക്കെ കെട്ടി അങ്ങനെയാണ് ആൾക്കാർ ഒരു വ്രതം എടുക്കുക. അവർ കുംഭമാസത്തിലെ ഏകാദശി മുതൽ അവർക്ക് വ്രതമാണ്. ക്ഷേത്രത്തിലെ ഭക്ഷണം മാത്രമേ കഴിക്കുകയുള്ളൂ. ക്ഷേത്രത്തിലെ ആ നൈവേദ്യച്ചോറ് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. അത്രയ്ക്ക് വ്രതത്തിൽ ഇരിക്കുന്നതാണ്. ഒരു കയ്യിൽ ഒരു വെശരി ഉണ്ടാവും. വെശരിയുടെ അടിയിൽ ഒരു 2 തുണിസഞ്ചി ഉണ്ടാവും. ഒന്നിനകത്ത് ഭസ്മമായിരിക്കും, ഒന്നിനകത്ത് ക്ഷേത്രത്തിൽ ഇടാനുള്ള പണമായിരിക്കും. ഇത് ഓരോ ശിവക്ഷേത്രത്തിലും ചെന്ന് ആ ശിവലിംഗം തന്നെ ഒന്ന് വീശാനാണ് ആ വെശരിയും കൊണ്ട് നടക്കുന്നത്. ഇതിനൊരു ഐതിഹ്യമുണ്ട് ഈ ശിവാലയ ഓട്ടത്തിന്. പണ്ട് ദ്വാപരയുഗത്തിൽ പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞു. അവരൊരു അശ്വമേധ യജ്ഞമൊക്കെ നടത്താൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞു. അപ്പോൾ ഭീമനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു, നീ പോയിട്ട് നമ്മുടെ യജ്ഞത്തിന് പങ്കെടുക്കാൻ വേണ്ടി വ്യാഘ്രപാദ മുനിയെ വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു. ഈ വ്യാഘ്രപാദ മുനി ആരാ? ഗൗതമ മുനിയുടെ ഒരു അവതാരമായിരുന്നു. അദ്ദേഹം മഹാദേവനെ തപസ് ചെയ്ത്, ഭയങ്കര ശൈവഭക്തനാണ്. മഹാദേവനെ തപസ് ചെയ്ത് അദ്ദേഹം ഒരു വരം വാങ്ങിച്ചു. 2 വരം. നമ്മുടെ കൈയുടെ നഖത്തിൽ എൻ്റെ കണ്ണ് വേണം, ഒരു കാര്യം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുലിയെ പോലെ ആയിരിക്കണം എൻ്റെ കാല്. എൻ്റെ നഖങ്ങളൊക്കെ ഉള്ളോട്ട് വലിക്കാനും പറ്റണം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരണം. പുലിയുടെ നഖങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല, അങ്ങനെയുള്ളതായിരിക്കണം എൻ്റെ കാല്. അത് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. കാരണം പൂക്കൾ ഇറുക്കുമ്പോൾ ആ പൂക്കൾ ക്ഷതമേക്കരുത്. എനിക്ക് ഏത് മരത്തിലും കയറി പൂക്കൾ പറിക്കാൻ പറ്റണം. ഭഗവാനെ പൂജിക്കാൻ ഇത് ചോദിക്കുന്നത്. ഈ 2ഉം കയ്യിൽ നഖങ്ങളിൽ കണ്ണ് വേണം. ആ നഖം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ എവിടെയൊക്കെ പൂക്കളുണ്ടെന്ന് എനിക്ക് കാണണം. പക്ഷെ പാദത്തിൽ പുലിയുടെ പോലത്തെ പാദമായതുകൊണ്ട് എനിക്ക് അമർന്ന് എല്ലാ പൂക്കളെ ഒന്നും ഉപദ്രവിക്കാതെ എനിക്ക് പൂക്കൾ ഇറുത്തെടുക്കണം ഭഗവാനെ പൂജിക്കാൻ. ഭഗവാൻ 2 അനുവദിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് വ്യാഘ്രപാദ മുനി എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. ആ മുനിയെ യജ്ഞത്തിന് ക്ഷണിക്കാനാണ് ഭീമസേനെ ശ്രീകൃഷ്ണസ്വാമി അയച്ചത്. അപ്പോൾ എന്നിട്ടൊരു 12 രുദ്രാക്ഷവും കൈ കൊടുത്തു. അപ്പോൾ ചിതെന്തിനാ ഭഗവാൻ ഈ രുദ്രാക്ഷം? അതിനൊക്കെ ആവശ്യം വരും എന്ന് മാത്രം ഭഗവാൻ പറഞ്ഞങ്ങ് വിട്ടു. അങ്ങനെ ഭീമസേനൻ വന്ന് താമ്രവർണ്ണിയുടെ അടുത്തേക്ക് ഇദ്ദേഹം തപസ്സിരിക്കുകയാണ്, വ്യാഘ്രപാദ മുനി. അദ്ദേഹം അവിടെ വന്ന് നോക്കി, ഭീമസേനൻ വന്ന് നോക്കുമ്പോഴേക്കും ഇദ്ദേഹം പിന്നെ തപസ്സിരിക്കുക. അപ്പോഴേക്ക് എന്ത് ചെയ്തു? ഗോപാല ഗോവിന്ദ എന്ന് കുറക്കെ അങ്ങ് വിളിച്ചു. ഇത് കേട്ടപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വന്നു വ്യാഘ്രപാദ മുനിക്ക്. പോരെങ്കിലും ശൈവഭക്തൻ. അന്ന് ഈ ശൈവഭക്തർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. വൈഷ്ണവ ഭക്തർ വേറെയാണ്, ശൈവഭക്തർ വേറെയാണ്. 2 പേരും തമ്മിലുള്ള ഒരു വഴക്കും പ്രശ്നങ്ങളൊക്കെ ചിലരങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ സത്യത്തിലെല്ലാം ഒന്ന് തന്നെയാണ്. ശക്തിയായാലും ശൈവരായാലും വൈഷ്ണവരായാലും ഗണപതി സ്വാമിയായാലും സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരും ഒരേ പ്രപഞ്ചനാഥൻ്റെ പല നമ്മളൊരു സ്വർണത്തിൻ്റെ പല മാല, കമ്മൽ, വള, മോതിരം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ പക്ഷെ അതന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് ശൈവഭക്തർ ശിവൻ മാത്രമാണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഗോപാല ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച് കേട്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന് കോപം വന്ന് ഭീമസേനെ അടിക്കാനായിട്ട് പുറകെ ഓടി. ഭീമസേന മുമ്പേ ഓടി. ഭീമസേനോടി പുറകെ വ്യാഘ്രപാദ മുനി ഓടി. അപ്പോൾ എന്ത് ചെയ്തു? പിടിക്കുന്നാകുമ്പോഴേക്കും ഒരു രുദ്രാക്ഷം താഴെ വെച്ചു. ഒരു രുദ്രാക്ഷം താഴെ വെച്ചുകൊണ്ട് അത് ശിവലിംഗമായിട്ടങ്ങ് മാറി.
ശിവലിംഗമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോപം അങ്ങ് പോയി. എൻ്റെ ഭഗവാനെ, എൻ്റെ ഭഗവാന്റെ ശിവലിംഗമല്ലേ, എൻ്റെ ഭഗവാന്റെ ഇത് രൂപമല്ലേ ഇത് എന്ന് പറഞ്ഞ് വേഗം കുളിച്ച് ശുദ്ധനായി വന്ന് അതിനെ പൂജിച്ചു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ ദേഷ്യം പിന്നെ വന്നു. അപ്പോഴും ഇദ്ദേഹം വീണ്ടും വിളിക്കുകയാണ്, ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞാൽ വിളി തുടങ്ങും. രണ്ടാമതോടും അങ്ങനെ 12 രുദ്രാക്ഷവും ഇട്ടു. ഈ 12 രുദ്രാക്ഷവും വീണ സ്ഥലങ്ങളിലാണ് ഇന്ന് നമ്മൾ ശിവാലയ ഓട്ടത്തിന് നിൽക്കുന്ന 12 ശിവക്ഷേത്രങ്ങളും ഉള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടും 12 ചെയ്തിട്ടും ഇദ്ദേഹത്തിന് പിന്നെയും കോപം അടങ്ങിയില്ല വ്യാഘ്രപാദ മുനിക്ക്. അങ്ങനെ വന്നപ്പോൾ ഭീമസേനൻ ശ്രീകൃഷ്ണ ദേവനെ ധ്യാനിച്ചു. എൻ്റെ ഭഗവാനെ വന്നേ പറ്റുള്ളൂ, എന്നെ രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? വ്യാഘ്രപാദ മുനിക്ക് മഹാദേവൻ്റെ രൂപത്തിലും ഭീമസേൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണനായിട്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത് രണ്ടും ഒരേ രൂപത്തിൽ കണ്ടപ്പോൾ ഇത് തമ്മിലൊരു വ്യത്യാസമില്ലല്ലോ, എൻ്റെ ഭഗവാനെ, എൻ്റെ അബദ്ധമായിരുന്നല്ലോ, എൻ്റെ തെറ്റായിരുന്നല്ലോ എന്ന് ആ സ്വന്തം തെറ്റ് വ്യാഘ്രപാദ മുനിയും മനസ്സിലാക്കി. അദ്ദേഹം യജ്ഞത്തിന് പങ്കെടുത്തു. അവരെല്ലാം സന്തോഷമായി. അവിടെയാണ് ശങ്കരനാരായണ പ്രതിഷ്ഠയും നടത്തുകയും ചെയ്തു ആ കണ്ടടുത്ത്. അങ്ങനെയാണ് ഈ ശിവാലയ ഓട്ടം ആരംഭിച്ചത്. അപ്പോൾ ഇന്നും ഇവർ വ്രതവും എടുത്ത് ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞാൽ വിശറി വീശി അന്ന് ഭീമസേൻ ഓടിയ പോലെയുള്ള ഓട്ടമാണ് ഇന്നും ശിവാലയ ഓട്ടത്തിന് എല്ലാവരും ഓടുന്നതെന്നാണ് പറയുന്നത്. ഇന്നിപ്പം കാറും വാഹനവും ഒക്കെ ആയിട്ടാണ് പോകുന്നത്, ബൈക്കിൽ പോകുന്നവരൊക്കെയാണ്. പക്ഷേ ഓട്ടക്കാർ മാറിയിട്ടില്ല. ഓടുന്നവർ നടന്ന് തന്നെയാണ് പോകുന്നത്. തലേ ദിവസം പോയി തിരുമല ക്ഷേത്രത്തിന് പോയി കുളിച്ച് തൊഴുത് അങ്ങനെയാണ് അവർ പോകുന്നത്. ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും അവർ കുളിക്കും. എന്നിട്ടാണ് കുളിച്ചിട്ടാണ് അവർ ഭഗവാന് വേശറി കൊണ്ട് വീശുന്നത്. അതൊക്കെ നല്ല ആചാരമായി വരുന്ന എന്തിനാണ്? ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ഉയരാൻ, നമ്മുടെ പ്രജ്ഞ, നമ്മുടെ ബോധം ഭഗവാനിലേക്ക് ഉയർത്തി നമ്മളും ഭഗവാനും ഒന്നാണ് എന്ന തിരിച്ചറിവിലേക്ക് വരാൻ, എല്ലാം ശിവമാണ്, ശിവമയമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാനാണ് ഈ ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നതും ശിവാലയ ഓട്ടം നമ്മൾ ആഘോഷിക്കുന്നത്. ഇതെല്ലാം ആചാര അനുഷ്ഠാനങ്ങൾ ഒരു മനുഷ്യനെ ഉത്തമ പൗരനാക്കാൻ തന്നെയാണ്. ഭഗവാനിലേക്ക് എത്തേണ്ട നമ്മുടെ ആ ഒരു ധാർമ്മികത നമ്മൾ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഉത്ബോധനമാണിതെല്ലാം. എല്ലാവർക്കും ഈശ്വര ചൈതന്യം നിറയട്ടെ, ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഈശ്വരനിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ്.